ഡബ്ല്യു സിറ്റിംഗ്. ഡബ്ല്യു സിറ്റിംഗ് എന്ന വാക്ക് അത്ര പരിചിതമാണെന്നില്ല. എന്നാൽ കുട്ടികളെ ശ്രദ്ധിച്ചാൽ അവർ നിലത്തിരുന്ന് കളിക്കുമ്പോഴോ അല്ലാതെ നിലത്തിരിക്കുമ്പോഴോ പെട്ടെന്ന് അവർ കാലുകൾ പിന്നോട്ട് വെച്ച് ഒരു ഡബ്ല്യു ഷേപ്പിൽ ഇരിക്കുന്നതായി കാണാം. അതിനെയാണ് ഡബ്ല്യു സിറ്റിംഗ് എന്ന് പറയുന്നത്. പല പഠനങ്ങളും അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നതെങ്കിലും പല കുട്ടികളിലും പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. ഏതെല്ലാമാണെന്ന് നോക്കാം. കൂടുതലായും മസിൽ വീക്ക്നെസ്, അതായത് കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നത് മൂലം പെൽവിക് ഫ്ലോർ മസിലുകൾക്കും കാലുകളുടെ മസിലുകൾക്കും ഉണ്ടാകുന്ന വീക്ക്നെസ് കുട്ടികളുടെ ബാലൻസിനെയും പോസ്റ്ററിനെയും നടത്തത്തിൻ്റെ, അതായത് ഗെയ്റ്റ് പാറ്റേണിന് വരെ വ്യത്യാസം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ പെൽവിക് ജോയിന്റ്, അതായത് ഇടുപ്പെല്ലിൽ ഉണ്ടാകുന്ന ഡിസ്ലൊക്കേഷൻ, എല്ലുകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. സംഭവിക്കുമെന്നല്ല, സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ വളർച്ചാ കാലഘട്ടത്തിൽ ബോണിനുണ്ടായേക്കാവുന്ന ഡീഫോമിറ്റി, അത് കുട്ടികളിൽ ഭാവിയിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇവയെല്ലാം എങ്ങനെ തടയാം? കുട്ടികൾക്ക് നമുക്ക് ക്രിസ് ക്രോസ് സിറ്റിംഗ്, അതായത് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ചമ്പരപ്പടി ഇട്ടിരിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം. കളിക്കുന്ന സമയങ്ങളിലെല്ലാം അങ്ങനെ ഇരിക്കാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ സ്റ്റെപ്പിൽ ഇരിക്കുക, കാലുകൾ താഴത്തേക്കാക്കി കുട്ടികളോട് കാലടുപ്പിച്ച് സ്റ്റെപ്പിൽ ഇരിക്കാൻ പരിശീലിപ്പിക്കാം. കുട്ടികൾക്ക് സ്വന്തമായ ഒരു ചെയറോ സ്റ്റൂളോ എന്തെങ്കിലും കൊടുക്കുന്നതിലൂടെ അവർ അതിനെ ആശ്രയിക്കാൻ തുടങ്ങും. ഇതെല്ലാം ഈ ചെറിയ പ്രശ്നത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സഹായകരമായ ഒന്നാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ചെറിയ പ്രശ്നങ്ങൾ നാളത്തേക്കൊരു വലിയ പ്രശ്നമായി മാറാതിരിക്കാൻ നമുക്കിതെല്ലാം കൈക്കൊള്ളാം.